പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രകാരം നമുക്ക് EPF യൂത്ത് മീറ്റിംഗ് ആയിട്ട് സൂമിലും അതുപോലെ തന്നെ ചർച്ച് ഹോളിലുമായിട്ട് കൂടി വരുവാൻ സർവശക്തനായ ദൈവം തന്ന നല്ല അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ യൂത്ത് മീറ്റിങ്ങിൻ്റെ ചെയർമാനായി ബ്രദർ അലക്സ് മാത്യു ക്ഷണിക്കുന്നു. കാര്യങ്ങളെ തട്ടി സ്വാഗതം ചെയ്യാം. Praise the Lord. The first program is prayer. That is from chairman. Let's close our eyes. Father, we come into thy presence. Thank you for this wonderful time that God has given us to glorify your name, Father. Now we are going for the youth meeting, Lord. Those who are participating it, Lord, you bless them that they may glorify you. In Jesus' name I pray. Amen. The second is report reading by secretary. പ്രൈസ് ദി ലോർഡ്. ദോഹ എബനേസർ പെന്തക്കോസ്റ്റ് അസംബ്ലി ദൈവസഭയുടെ യുവജന കൂട്ടായ്മയായ EPYFന്റെ ഈ വർഷത്തെ 8ാമത് യോഗ റിപ്പോർട്ട്. കർത്താവിൽ പ്രിയരെ, നമ്മുടെ യുവജന കൂട്ടായ്മയായ EPYFന്റെ ഈ വർഷത്തെ 8ാമത് യോഗം 10/9/2021 വെള്ളിയാഴ്ച വൈകിട്ട് 7:45 7:45 ബ്രദർ ലിബിൻ തങ്കച്ചൻ്റെ മഹനീയ അധ്യക്ഷതയിൽ കൂടുവാൻ ഇടയായി. ദൈവം നൽകിയ താലന്തുകൾ പ്രദർശിപ്പിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിച്ചു. അധ്യക്ഷൻ തന്നെ പ്രാർത്ഥിച്ചാരംഭിക്കുകയും കുമാരി അനോര മേരി ഷിബു സങ്കീർത്തനം മനപ്പാഠമായി പറയുകയും ചെയ്തു. തുടർന്ന് സെക്രട്ടറി കഴിഞ്ഞ യോഗ റിപ്പോർട്ട് വായിക്കുകയും വായിച്ച റിപ്പോർട്ട് ബ്രദർ ക്ലീറ്റസ് പാസ്സാക്കാമെന്ന് അഭിപ്രായപ്പെടുകയും ബ്രദർ ബ്ലസ്സൻ പി ജോൺ പിന്താങ്ങുകയും ചെയ്തതോടെ റിപ്പോർട്ട് പാസ്സായി. അതിനുശേഷം തുടർന്ന് നടന്ന പ്രോഗ്രാമുകൾ ഈ വിധമായിരുന്നു: സോളോ മാസ്റ്റർ ഡാനി ജോൺ, സ്പെഷ്യൽ പ്രോഗ്രാം ബെഡ് ടൈം സ്റ്റോറി കുമാരി എലൈന ആൻഡ് എൽസ, ഗ്രൂപ്പ് സോങ് ബ്രദർ ഓസ്റ്റിൻ ആൻഡ് അഞ്ജലിക്ക, സോളോ സിസ്റ്റർ പ്രിസില്ല ജോയ്സൺ, special program Sister Sharon Clement, instrument music with group song Master Ryan Baiju Sam and Master Ron and Rosen, solo brother Austin, sermon brother Shibu Thomas. എന്നിങ്ങനെ പ്രോഗ്രാമുകൾ നടന്നതിന് ശേഷം അധ്യക്ഷൻ്റെ ഉപസംഹാരാനന്തരം ഇവാഞ്ചലിസ്റ്റ് ബാബു പോത്തിൻ്റെ പ്രാർത്ഥനയും ആശീർവാദത്തോടും കൂടി യോഗം പര്യവസാനിച്ചു. അന്നേ ദിവസം സ്തോത്രാഴ്ചയായി ഖത്തറിയാൽ 304 ലഭിച്ചു. ഇന്നയോളം നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സഭാസമക്ഷം സമർപ്പിക്കുന്നുവെന്ന് സെക്രട്ടറി. റിപ്പോർട്ട് ആർക്കും പാസ്സാക്കാം. സെക്കൻഡ്. തേർഡ് പ്രോഗ്രാം ഈസ് ഇൻട്രൊഡക്ഷൻ സ്പീച്ച്. നല്ലൊരു മെസ്സേജ് കേട്ടിട്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അത്. സോ ബട്ട് സ്റ്റിൽ സ്പീച്ചല്ല, ജസ്റ്റ് ഒരു തോട്ട് പറയാനായിട്ട് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. മലയാളം ശരിയല്ല, ഇംഗ്ലീഷും ശരിയല്ല, ഉള്ള ലാംഗ്വേജ് അറിയുന്നത് ഹിന്ദിയാണ്. സോ കുറച്ച് മിസ്റ്റേക്ക്, കോമ ഫുൾ സ്റ്റോപ്പിന് വല്ല മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഐ വിൽ ട്രൈ ബോത്ത്. ഓക്കെ, ഞാനൊരു വേഴ്സ് വായിക്കാം. Ephesians 2:10. For we are God's workmanship, created in Christ Jesus to do good works which God prepared in advance for us. ഇന്ന് ബൈജു പാസ്റ്റർ പറഞ്ഞതുപോലെ ബർണബാസ് വാസ് എൻ എൻകറേജർ. പക്ഷേ ദൈവം നമ്മളെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ടു ഡു ഗുഡ്. നമ്മളിപ്പം കൊമേഴ്സിൻ്റെ അകത്ത് ഞാനൊരു കൊമേഴ്സ് ആയത് കാരണം ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാത്ത ഒരു സാധനത്തിന് നമുക്ക് വല്ലതും കിട്ടുന്നതാണ്.
it is an advance. നമ്മൾ വർക്ക് ചെയ്തില്ല, അഡ്വാൻസ് സാലറി മേടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തില്ല. ബട്ട് ബിഫോർ ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ സാലറി. അതുപോലെ തന്നെ ഗോഡ് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഓർ ബിഫോർ ക്രിയേറ്റിംഗ് അസ് നമ്മളെ എന്തിനു വേണ്ടിയാ ഹീ ക്രിയേറ്റഡ് അസ് ഫോർ ഗുഡ് തിങ് ഓൺലി. നമുക്ക് വല്ലവർക്കും വേണ്ടി ദോഷം ചെയ്യാനോ അങ്ങനത്തെ ഒരു കാര്യത്തിനുമല്ല. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് അസ് ടു ഡു ഗുഡ്, നത്തിങ് എൽസ്. We have to do good things. So for that I want to just tell you an example. Normally നമ്മൾ നാട്ടിലൊക്കെ കുളത്തിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ നോർമലി ചെറിയ പിള്ളേരാണെന്ന് വലിയൊരാറോ ഒരു കല്ലെടുക്കും, വെള്ളത്തിൻ്റെ അകത്തോട്ട് എറിയും. So when you throw that stone, the stone touches the water and there is a ripple coming in, a small waves. It will not be a big waves, but it will be a small wave. But when that wave comes, unless and until that stone hit the water and the stone goes down deep into the water, then only the ripples happen. Like this, our life should be like this. Our life, it should be a ripple maker for others, not for ourselves. Sometimes some people will think, oh, I should be great. Like that stone, if it say, I will not go down into the water, the ripple will not be coming, the people will not be blessed. But we are created just to do good for others. For this, I just want to read one more verse, Matthew 5:16. Let your light so shine before men that they may see your good works and glorify your Father which is in heaven. നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മുടെ പേര് ഫ്രണ്ടിൽ വരല്ലേ. Whose name should come? Lord Jesus. I was listening one message of Saju Matthew, Pastor Saju Matthew. He was telling that one missionary came to India. So they were a choir group. So that director told that I like Kerala very much because അവിടെ നമ്മൾ തേങ്ങ പൊളിച്ചിട്ട് അതിൻ്റെ തൊണ്ട് നമ്മൾ കളയും. വാട്ട് വി ടേക്ക് ഈസ് ദ ഇൻസൈഡ് പാർട്ട്. അതുപോലെ തന്നെ നമ്മൾ ഷുഡ് ബി ത്രോൺ ഔട്ട് ആൻഡ് ജീസസ് ഷുഡ് ബി ഗ്ലോറിഫൈഡ്. അവർ ഓൾ വർക്ക്സ് ഷുഡ് ബി ലൈക്ക് ദിസ്. പീപ്പിൾ ഷുഡ് നോട്ട് give a credit to us. People should not say that, oh, he has done it, but he should say he is a man of God, that he has done it. For that, we will, how we can do a good things. So in that Matthew 9:35 and 38, it is written, when he saw the multitude, he was moved with compassion on them because they fainted and they were scattered abroad as sheep having no shepherd. So if you think how Jesus is thinking, appo namakku ee good work cheyan okkum. If you are not thinking in the way which Jesus is thinking, then we are not able to do things. Here what Jesus have compassion. Here Jesus saw that multitude of people and he was compassion, because he had a compassion, that's why he was able to feed that much people. Second, he felt to say that Jesus felt about people, what he should a kind words to them. He was able to that he should have some give someone that he should get a life, not to destroy. And we should, the third thing, if you see about Jesus in this verse, is that he prayed to the Father, that the Father in heaven should give too much of laborers. So it is not that we only should do the work, but we have to pray that like us, people should come up and serve other people, and they may be blessed and the church may be blessed and it may glorify his name. For that I will give you two examples from outside. There was one Martha. She was a teacher in England. She was a very poor teacher. She was getting a little salary only, but every year she used to stitch one cloth for an
child. That means in England it is very cold, so scarf will be there, hat will be there, everything will be there. Every year she was able to do only one cloth. But after her death, that school teacher, for 3 years, in place of putting a rose to the tomb or giving a flower to the tomb, what they did is they made many shirts, many pants, and they gave to the poor people, those who were in need. Why this happened? Because that one lady stood up and she tried to do a good work. So that helped many children. Like in Acts 9:39, there was a widow stood around him crying and showing him the robes and the other clothes that Doris has made while she was still. Here also we see in Bible one lady, she was helping others. And if you read down, Peter, when he prayed, Doris came back to life. But all the people didn't glorify Doris, but they glorified God. Likewise, our life should be like this, that we should be always helpful for others, be a kind to others, and encouragement to others, that God's name will be glorified. Thank you. Now the next program is solo, Master Ryan Baiju. Praise the Lord. I got a home in glory land, thou shines the sun. I got a home in glory land, thou shines the sun. I got a home in glory land, thou shines the sun. Way beyond the blue. Do Lord, oh do remember me. Hallelujah, do Lord, oh do remember me. Do Lord, oh remember me. Way beyond the blue. I took Jesus as my Savior, you take him too. I took Jesus as my Savior, you take him too. I took Jesus as my Savior, you take him too. Jesus loves you so. Do Lord, oh do remember me. Hallelujah, do Lord, oh do remember me. Do Lord, oh do remember me. Way beyond the blue. Jesus died for you and me, if it might be free. Jesus died for you and me, if it might be free. Jesus died for you and me, if it might be free. Hard upon the cross. Do Lord, oh do remember me. Hallelujah, do Lord, oh do remember me. Do Lord, oh do remember me. Way beyond the blue. Do Lord, oh do remember me. Do Lord, oh do remember me. Do Lord, oh do remember me. Way beyond the blue. Thank you. God bless you. Nice song. The next program is special program by Kumari Gianna Biju. Praise the Lord. Greetings to one and all in the matchless name of our Lord and Savior Jesus Christ. Today I would like to do a special program which is basically a quiz based on who am I. You would have to guess the characters from the Bible based on the clues that I provide. As usual, the groups will be divided into two, Group A and Group B, where A being the church and B being the Zoom attendees. The Zoom people can unmute and say their answers, and Clement Hutchison will be writing down the points. Question 1 goes to Group A. I am a minor prophet hailing from Alkosh who wrote about the end of the Assyrian Empire. Who am I? I am a minor prophet hailing from Alkosh who wrote about the end of the Assyrian Empire. Who am I?
I am a minor prophet hailing from Alkosh who wrote about the end of the Azarian kingdom. Who am I? Yeah. Correct. Question 2 goes to B group. I was a righteous centurion. God showed Peter a vision to prepare him for his visit to me. Peter preached to us and my family, and I became followers of Jesus. I was a righteous the Zoom people can unmute. Cornelius. Correct. Question 3 goes to group A. I am an evil god, a corrupter of Israelites, and I apparently encourage human sacrifice. Who am I? I am an evil god, a corrupter of Israelites, and I apparently encourage human sacrifice. Who am I? Yeah, correct. Answer is Baal. I work for the Romans. I am crucifixion happy, and I have a lot of blood on my hands. Who am I? Question for group B. I work for the Romans. I am crucifixion happy and I have a lot of blood on my hands. Who am I? A Roman soldier. No. It's close. I work for the Romans. I am crucifixion happy and I have a lot of blood on my hands. Who am I? Passing to group A. Correct. Question for group A. My wife and I lied to God. We held back part of the proceeds of the sale of a possession. I died first and then my wife died as a result of the lie. Who am I? Ananias. Correct. Question 6 goes to group B. I am one of the books of the Old Testament. I accuse the priest for being different. I accuse the people for robbing God. Who am I? For group B, I am one of the books of the Old Testament. I accuse the priests of being different. I accuse the people of robbing God. Who am I? Question for group B. Passing to group A. Correct. Correct answer is Malachi. My name means son of encouragement. I helped Paul by introducing him to other Christians. My relative John Mark traveled with us. Who am I? Group A. Correct. Barnabas. Question 8 goes to group B. I was a Jewish ruler of the synagogue. My 12-year-old daughter died. Jesus restored my daughter to life. Who am I? Question to group B. Jairus. Correct. Question 9 goes to group A. I worked with the Romans but wasn't one. I had a dynasty and I was from Judea. Who am I? I worked with the Romans but wasn't one. I had a dynasty and I was from Judea. Who am I? Correct. Question 10 goes to group B. I am the daughter of Jethro, wife of Moses, and help bring out Exodus. Who am I? Question to group B. I am the daughter of Jethro, wife of Moses, and I helped bring out Exodus. Who am I? Pass to group A.
Zipporah. Correct. Zipporah. Question 11 goes to Group A. I am a minor prophet. I come from Judah, and I worked with kings, including Uzziah, Jotham, Ahaz, and Hezekiah. Who am I? Correct. Question 12 goes to Group B. I am a minor prophet, a contemporary of Hosea, and I said, let justice roll down like waters and righteousness like an ever-flowing stream. Who am I? To Group B. I am a minor prophet, a contemporary of Hosea, and I said, let justice roll down like waters and righteousness like an ever-flowing stream. Who am I? Pass to Group A. No. Pastors? No. 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 I am a minor prophet, a contemporary of Hosea, and I said, let justice roll down like waters and righteousness like an ever-flowing stream. Correct. I went to the temple to worship. I put 2 coins in the offering. Jesus said, I had given more than all the others. Who am I? Question to Group B. A poor widow. Correct. Question 14, the last one. I am of the city of Thyatira, one who worshipped God, whose heart the Lord opened to listen to the things which were spoken by Paul. I was a seller of purple. Who am I? Group A. Correct. Thank you, and Clemendason will be declaring the points. Thank you. Okay, next program is group song by Sister Christina and party. Praise the Lord. Greetings to you all in the matchless Lord and Savior Jesus Christ. Respected chairman, pastors, brothers and sisters, it's a great privilege that we, as we are in your midst, for the Zoom platform, we would like to sing an old song. We would hope you to sing along with us. ശുദ്ധസ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർണ്ണത്തിരുവീതിയിൽ അതികുതുകാലെന്നു ഞാൻ ചേർന്നിടുമോ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ മുത്തിനാൽ നിർമ്മിതമാ ഉള്ള 12 ഗോപുരമേ തവ മഹത്വം കണ്ടിട്ടങ്ങാനന്ദിപ്പാൻ മമ കൺകൾ പാരം കോതിച്ചിടുന്നേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ അന്ധതയില്ല നാടേ ദൈവ തേജസ്
കുഞ്ഞാടിനെ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. കഷ്ടതയില്ല നാടേ ദൈവഭക്തരിൻ വിശ്രമമേ, പുകൾ പെരുകും പുത്തനെരുശലേമേ, തിരുമാർവിൽ എന്നോ ഞാൻ ചാരിയിടുമോ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. Thank you. Yeah, it was a good song. Even though they are very far, but they are in the midst of us. That's thank you. Now the next program is testimony from Sister Sneha. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലും തുടർന്ന് നടക്കുന്ന യൂത്ത് മീറ്റിങ്ങിലും ഭാഗമാക്കാവുവാൻ ദൈവം കൃപ തന്നതിനായി നന്ദി പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജോലിയോടുള്ള ബന്ധത്തിൽ വിദേശത്തേക്ക് കടന്നു വരാൻ ദൈവം സഹായിച്ചു. ഞാൻ ഇവിടെ കടന്നു വന്ന സമയം മുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ കൂടി ഉണ്ടായിരുന്നു. യാചന നനച്ചതിനേക്കാൾ അത്യന്തപരമായ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നൽകി തന്ന ദൈവം വഴി നടത്തി. ഞാൻ നാട്ടിൽ ഇടുക്കിയിലാണ്. അവിടെ APC ചർച്ചിൽ ഭാഗമാക്കായി വരികയായിരുന്നു. തുടർന്ന് ദൈവമക്കളുടെയും ദേവദാസൻ്റെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് താണ്ടിരിക്കുന്നു. Thank you. Now Bible Index, Kumari Joanna Blesson. Praise the Lord. Old Testament and New Testament. Old Testament, Book 39. Genesis, Exodus, Leviticus, Numbers, Deuteronomy, Joshua, Judges, Ruth, First Samuel, Second Samuel, First Kings, Second Kings, First Chronicles, Second Chronicles, Ezra, Nehemiah, Esther, Job, Psalms, Proverbs, Ecclesiastes, Song of Songs, Isaiah, Jeremiah, Lamentations, Ezekiel, Daniel, Hosea, Joel, Amos, Hosea, Jonah, Micah, Nahum, Habakkuk, Zephaniah, Haggai, Zechariah, Malachi. New Testament, Book 27. Matthew, Mark, Luke, John, Acts, Romans, 1 Corinthians, 2 Corinthians, Galatians, Ephesians, Philippians, Colossians, 1 Thessalonians, 2 Thessalonians, 1 Timothy, 2 Timothy, Titus, Philemon, Luke, 1 Peter, 2 Peter, 1 John, 2 John, 3 John, Jude, Revelation. Thank you. Thank you. Now next is solo Kumari Josanna Blesson.
Thank you. It was a nice song. Then next program is Bible quiz. Brother Cletus. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ദേവദാസന്മാർക്കും കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഉദ്ദേശിക്കുന്ന ക്വിസ് ക്രൈസ്തവ ഗാന പശ്ചാത്തലവും രചയിതാക്കളെപ്പറ്റി ഉള്ള ഒരു ബൈബിളിൽ നിന്നല്ലെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട നമ്മൾ പാടുന്ന കുറേ പാട്ടുകൾ അതിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കുന്നതല്ല. അതൊരു ക്വിസ് രൂപത്തിൽ ആക്കിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പാടുന്ന പാട്ടുകളുടെ അതേത് പശ്ചാത്തലത്തെ എഴുതിയെന്ന് നമുക്ക് ചിലപ്പം അറിവില്ലാത്തവരായിരിക്കും. പക്ഷെ എങ്കിലും അതിലെ ചില പാട്ടുകൾ മാത്രം സെലക്ട് ചെയ്തൊരു ക്വിസ് രൂപത്തിൽ ആക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് 2 ഗ്രൂപ്പ്, സൂമിലിരിക്കുന്ന ഒരു ഗ്രൂപ്പ്, ചർച്ച് ഹാളിലെ ഒരു ഗ്രൂപ്പ്. PPT കാണിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസ് കറക്റ്റായിട്ട് കേട്ടിട്ട് വേണം. ഇത് ഒരു ചാൻസ് അങ്ങനെയൊന്നുമല്ല, 2 ഗ്രൂപ്പിനും ഓരോ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഏത് ഗ്രൂപ്പാണ് കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് അത് പിന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയും. 4 ഓപ്ഷൻസും പറയുമ്പോൾ 2 ഗ്രൂപ്പുകാരും ഏത് ഓപ്ഷൻസ് ആണെന്ന് പറയണം. ചർച്ച് ഹാൾ ഒരു ഗ്രൂപ്പും സൂം എന്ന ഗ്രൂപ്പ്. സോ ആദ്യത്തെ ചോദ്യം, കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ എന്ന പാട്ട് എഴുതിയത് ആര്? ഓക്കെ, ഇതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഞാൻ പറയും. PV തൊമ്മി ഉപദേശി, മഹാകവി KV സൈമൺ, CV താരപ്പൻ, ദേവസഹായം മണ്ടോടി. അപ്പോൾ ചർച്ചിലിരിക്കുന്നവർക്കൊരു ഓപ്ഷൻ പറയാം, ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. PV തൊമ്മി ഉപദേശി, KV സൈമൺ, CV താരപ്പൻ, ദേവസഹായം മണ്ടോടി. PV തൊമ്മി ഉപദേശി, CV താരപ്പൻ. ഓക്കെ, ചർച്ചിലുള്ളവർ CV താരം പറഞ്ഞു. അപ്പം സൂമിലുള്ളവർ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. CV താരപ്പൻ. ഓക്കെ, ജോയിസ് നജൻ CV താരപ്പൻ പറഞ്ഞു. അപ്പോൾ ആൻസർ 2 ഗ്രൂപ്പുകാരും കറക്റ്റ് ആൻസറാണ് പറഞ്ഞത്. CV താരപ്പൻ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ 1886 ജനിച്ചത്. തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ദൈവത്തിൻ്റെ വേല ചെയ്തത്. ഈ ഗാനം എഴുതാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പുതിയ വേല തുടങ്ങി, അനേക ആത്മാക്കൾ വരാൻ ഇടയായി. അപ്പോൾ ഒരു സഹോദരി ഈ ചർച്ച് വന്നതിൻ്റെ പേരിൽ വീട്ടുകാരിട്ട് ഒരു റൂമിൻ്റെ അകത്ത് പൂട്ടി ചങ്ങല കൊണ്ട് ബന്ധിച്ച്, അങ്ങനത്തെ ഒരു സാഹചര്യം അദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയ ചില വരികളാണ് ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാൻ പോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്ത് നല്ല സഖി യേശു, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ഈ പാട്ട് എഴുതിയതാര്? 4 ഓപ്ഷൻസ് പറയുന്നു. വി നാഗൽ സായിപ്പ്, ജോസഫ് സ്ക്രിവൻ, ഫാനി ക്രോസ്ബി, സാറ ഫ്ലവർ ആഡംസ്. ഓക്കെ,
അത് ഉറപ്പിച്ചു. ഓക്കെ, സൂസാൻഡി പറയുന്നത് ഇറ്റ്സ് ഫാനി ക്രോസ്ബി. ഇനിയും സൂമിലുള്ളവർക്ക് പറയാം. വാട്ട് എ ഫ്രണ്ട് വി അലൻ ജാക്സൺ. ആരാ? അലൻ ജാക്സൺ അല്ല, അത് ഓപ്ഷൻസിലില്ല. ഓപ്ഷൻസ് വി നാഗൽ, ജോസഫ് സ്ക്രിവൻ, ഫാനി ക്രോസ്ബി, സാറ ഫ്ലവർ ആഡംസ്. വി നാഗൽ, ജോസഫ് സ്ക്രിവൻ, ഫാനി ക്രോസ്ബി, സാറ ഫ്ലവർ ആഡംസ്. എന്ത് നല്ല സഖി യേശു, വാട്ട് എ ഫ്രണ്ട് വി ഹാവ്. ഓക്കെ, ക്രിസ്റ്റീനയും ജോയ്സിൻ്റെ അച്ഛനും പറയുന്നത് ജോസഫ് സ്ക്രിവൻ ആണ്. സോ ദി ആൻസർ ഇസ് ജോസഫ് സ്ക്രിവൻ. സോ ദ സൂമിലിരിക്കുന്നവർക്ക് ഒരു പോയിന്റ് കിട്ടി. സോ ഈ പാട്ട് എഴുതാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ജോസഫ് സ്ക്രിവൻ എന്ന് പറയുന്ന ഒരു ഐറിഷ് പോയറ്റ് ആയിരുന്നു. അദ്ദേഹം ട്രിനിറ്റി കോളേജിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പഠനം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം കഷ്ടതയോടെയായിരുന്നു. ലൈക്ക് അദ്ദേഹം 23-ാം വയസ്സിൽ വിവാഹം ബന്ധപ്പെട്ട് ഇങ്ങനെ കല്യാണം കഴിക്കുന്ന ആ ഇതിൽ തലേ ദിവസം താൻ കല്യാണം കഴിക്കാൻ പോയ പെൺകുട്ടി മരിക്കുവാനിടയായി, മുങ്ങി മരിക്കുവാനിടയായി. അത് കഴിഞ്ഞ് അദ്ദേഹം കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ദൈവത്തിൻ്റെ വേല ചെയ്തു വരവേ അവിടെ രണ്ടാമത് ഇങ്ങനെ ഒരു ആലോചന വന്നു. വീണ്ടും കല്യാണം കഴിക്കാൻ ഇങ്ങനെ പോയപ്പോൾ തൻ്റെ കല്യാണം കഴിക്കാൻ സഹോദരി ലൈക്ക് വേറൊരു അസുഖം വന്ന് മരിക്കുവാനിടയായി. അങ്ങനെ ജീവിതം മൊത്തത്തിലൊരു ബുദ്ധിമുട്ടിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. അപ്പോഴായിരുന്നു തൻ്റെ മാതാവിനൊരു അസുഖം വന്നപ്പോൾ മാതാവിനൊരു കത്ത് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയ വരികളാണ് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്, ഓൾ ആർ സിൻസ് ആൻഡ് ഗ്രീവ്സ് ടു ബെയർ എന്ന് എഴുതുവാനിടയായി. സോ ജോസഫ് സ്ക്രിവൻ ആണ് അതിൻ്റെ ഓത്തർ. തേർഡ് ക്വസ്റ്റ്യൻ, ഇത് വളരെ സിമ്പിളാണെന്ന് തോന്നുന്നു. അഴലേറും ജീവിതം മരുവിൽ നീ തളരുകയോ. ഇതിൻ്റെ രചയിതാവാര്? ഓപ്ഷൻസ് ആർ ബേബിച്ചൻ കടമ്പനിട്ട, വേട്ടമല ഫിലിപ്പോസ് ഉപദേശി, മുട്ടം ഗീവർഗീസ്, ടി കെ സാമുവൽ. ഓക്കെ, സൂമിലിരിക്കുന്നവർ? ഓക്കെ ഓക്കെ, കറക്റ്റാണ്. രണ്ട് ഗ്രൂപ്പുകാർക്കും കറക്റ്റാണ്. മുട്ടം ഗീവർഗീസ് ഇസ് ദി ഓത്തർ. അദ്ദേഹം എഴുതുന്ന സാഹചര്യം പലർക്കും അറിയാം. അദ്ദേഹം വേലസ്ഥലത്ത് തൻ്റെ ഭാര്യയും കുഞ്ഞും ഇങ്ങനെ വിശന്ന് കടന്നപ്പോൾ ഒന്നിനും ഫുഡ് കൊടുക്കാൻ മാർഗ്ഗമില്ലാത്ത സമയത്തിൽ ഭാര്യയെ നോക്കി എഴുതിയ വരികളാണ് അഴലേറും ജീവിതം മരുവിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകമാം ഗംഭീര വാരതിയിൽ എഴുതിയ ആരാണ്? ഓപ്ഷൻസ് അന്നാമ മാമൻ, അച്ചാമ്മ മാത്യു, കെ വി സൈമൺ, ജോർജ് പീറ്റർ. ഓക്കെ, ബോത്ത് ഗ്രൂപ്പ്സ് ഗോട്ട് ഇറ്റ് റൈറ്റ്. ഓക്കെ, സോ അന്നാമ മാമൻ എഴുതാനുള്ള കാര്യം ഒരു ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. അന്നത്തെ കാലത്ത് ഹൈസ്കൂൾ ടീച്ചർ പറഞ്ഞാൽ വളരെ കവറ്റഡ് ജോബായിരുന്നു, നല്ല ഏർണിങ്സ് ഉള്ള ജോബ്. അതെല്ലാം വിട്ടേച്ച് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനിടയായി. അങ്ങനെ ഇരിക്കവേ ഒരു വീട്ടിൽ കയറി ഇങ്ങനെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു പോസ്റ്റ്മാൻ വന്ന് ഒരു കത്ത് കൊടുത്തു. കത്ത് കൊടുത്തിട്ട് പറഞ്ഞു അത് അമ്മച്ചിയുടെ ഒരു കത്തായിരുന്നു, നീ പെട്ടെന്ന് ഇതെല്ലാം വിട്ടേച്ച് നിൻ്റെ പഴയ സുഭിക്ഷത്തിലേക്കൊക്കെ മടങ്ങി വരണം, അല്ലെങ്കിൽ നീ നിൻ്റെ ജീവിതത്തിൽ നശിക്കുവാണ് എന്ന് പറയാനിടയായി. അപ്പം അന്നാമൻ ആ കത്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടായി. തിരിച്ച് പോകണോ അതോ ഇത് വേല സ്ഥലത്ത് തന്നെ തുടരണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായി. പെട്ടെന്നൊരു ആത്മസാന്നിധ്യം തൻ്റെ ഉള്ളിൽ ഉണ്ടാകുവാനും ഈ വാക്കുകളൊക്കെയായിരുന്നു പറയാനിടയത്. അതായത് യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി എന്ന് പറഞ്ഞ് ഒരു ദൃഢനിശ്ചയം എടുത്ത് ആ അമ്മച്ചിയുടെ വാക്കുകൾ കേൾക്കാതെ സുവിശേഷ വേലയിൽ കണ്ടിന്യൂ ചെയ്യാനിടയായി. 5 കോണ്ടിനെൻസിൽ പോയെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാടും ഞാൻ യേശുവിനായി ജീവൻ പോവോളം. ഇത് എഴുതിയതാരും? എം ഇ ചെറിയാൻ, പി വി തൊമ്മി ഉപദേശി, വി നാഗൽ സാഹിബ്, എ എം കുര്യൻ മാസ്റ്റർ. വി നാഗൽ സാഹിബ്, വി നാഗൽ സാഹിബ്, എം ഇ ചെറിയാൻ, പി വി തൊമ്മി ഉപദേശി, എ എം കുര്യൻ മാസ്റ്റർ. ആരാണ്? സാലമൻ എന്താ പറഞ്ഞ് കേട്ടില്ല. ഓക്കെ, ഇവിടെ പി വി തൊമ്മി. ഓക്കെ, 2 ഗ്രൂപ്പുകാരും കറക്റ്റ് ആൻസറാണ് പറഞ്ഞ് പി വി തൊമ്മി ഉപദേശി. സോ ഈ പാട്ട് എഴുതാനുള്ള കാര്യം, പാടും ഞാൻ യേശുവിൻ, അദ്ദേഹം ഇങ്ങനെ വേലസ്ഥലത്ത് പോയപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിനും ഒരു ടീച്ചറായിരുന്നു. 38-ാം വയസ്സിലാണ് കോളറ രോഗം ബാധിച്ച് മരിക്കുന്നത്. സോ അങ്ങനെ ഭാര്യ തന്നെ പലവട്ടം കളിയാക്കുമായിരുന്നു, പോയി പാട്ട് എഴുതി പോയി വേലസ്ഥലത്ത് പോയി ഇങ്ങനെ ഏറും കൊണ്ടുകൊണ്ടിരുന്നോ, ഒന്നും കാര്യം നോക്കണ്ടെന്ന് പറഞ്ഞ് പലവട്ടം തന്നെ ഇങ്ങനെ
ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ താൻ വിഷമത്തിൽ തൻ്റെ പ്രാർത്ഥന മുറിയിലിരുന്ന് എഴുതിയ പാട്ടാണ് ഞാൻ എന്ത് വന്നാലും ഞാൻ കർത്താവിന് വേണ്ടി പാടും, ജീവൻ പോവേണ്ടി വന്നാലും പാടുമെന്നാണ് അദ്ദേഹം, അങ്ങനെയാണ് ആ പാട്ടിന് രൂപം നൽകുവാനിടയെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ? ഈ പാട്ട് എഴുതിയതാര്? വി നാഗൽ സൈപ്പ്, സാജു കൊച്ചുഞ്ഞ് ഉപദേശി, പാസ്റ്റർ MK വർഗീസ്, വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ? സാധു കൊച്ചുഞ്ഞ് ഉപദേശി. ഓക്കെ, സൂമിലുള്ളവർക്ക് പറയാം. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ? ഓപ്ഷൻസ്: വി നാഗൽ സായിപ്പ്, സാധു കൊച്ചുഞ്ഞ് ഉപദേശി, പാസ്റ്റർ MK വർഗീസ്, വേട്ടമല ഫിലിപ്പോസ് ഉപദേശി. കേട്ടില്ല. ഓക്കെ, സാധു കൊച്ചുഞ്ഞ് ഉപദേശി ഇവിടെ പറഞ്ഞ ഓപ്ഷൻ അതന്നെ, പക്ഷേ ആൻസർ റോങ് ആണ്. ആൻസർ വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയാണ് ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ എന്ന ഗാനം എഴുതിയത്. അത് എഴുതുവാനുള്ള കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വീടും വസ്തുവും ഒന്നും ഇല്ലാത്ത ഒരു സഞ്ചാര ഉപദേശിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അല്പസ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിൽ മരച്ചീനിയും പിന്നെ മറ്റ് ഇതൊക്കെ അദ്ദേഹം ഇങ്ങനെ കൃഷി ചെയ്യുമായിരുന്നു. അപ്പം അദ്ദേഹം പ്രസംഗിക്കാൻ പോകുമ്പോൾ 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ച് വീട്ടിൽ മടങ്ങി വരത്തുള്ളൂ. അപ്പം 2 ദിവസം മുമ്പേ ആ കൃഷിയൊക്കെ നോക്കി അതൊക്കെ വിളയുന്നതൊക്കെ ഇങ്ങനെ കണ്ട് അതൊക്കെ റെഡിയാക്കി അത് വിറ്റിട്ട് വേണം തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും വീട്ടിലെ ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ. ആ ഒരു ഉദ്ദേശത്തോടെ അദ്ദേഹം അത് കണ്ട് അദ്ദേഹം പ്രസംഗ സ്ഥലത്തേക്ക് പോയി. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറെ അവിടുത്തെ നെയ്ബേഴ്സും ആൾക്കാരൊക്കെ വന്ന് അതൊക്കെ അവർ അത് മൊത്തം മോഷ്ടിക്കുവാനിടയായി. അത് ഈ ഇദ്ദേഹത്തിൻ്റെ മൂത്ത മോൾ കണ്ടിട്ട് അവരോടൊക്കെ ഭയങ്കരമായിട്ട് പ്ലീഡ് ചെയ്തു, ഇങ്ങനെ ചെയ്യല്ലേ, ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ മാർഗം ജീവിക്കാൻ. പക്ഷെ അവരത് കേട്ടിട്ട് അത് മൊത്തം നശിക്കുവാൻ, മറ്റേ കൃഷിസ്ഥലം മൊത്തത്തിൽ നശിക്കുവാനിടയായി. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇതേ ഉള്ളായിരുന്നു, എനിക്ക് വീട്ടിലെ സാധനം മേടിക്കാൻ. അതൊന്നും ഇല്ലാത്ത സമയത്ത് താൻ കരഞ്ഞുകൊണ്ട് എഴുതിയ പാട്ടാണ് ക്രിസ്തീയ ജീവിതം പോൽ കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി, അങ്ങനെ പാട്ട് എഴുതാനിടയായി. ഓക്കെ, സോ ഇനിയും ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ഇത് എഴുതിയതാരും? ഗ്ലാഡിസ് സ്റ്റെയിൻസ്, നോക്സെങ്, ജിം എലിയറ്റ്, ബില്ലി ഗ്രഹാം. ജിം എലിയറ്റ്. ഓക്കെ, ഹാളിലുള്ളവർ ജിം എലിയറ്റ് പറഞ്ഞു. സോ ഓപ്ഷൻസ് ആർ ഗ്ലാഡിസ് സ്റ്റെയിൻസ്, നോക്സെങ്, ജിം എലിയറ്റ് ആൻഡ് ബില്ലി ഗ്രഹാം. സൂമിലുള്ളവർക്ക് പറയാം. ജിം എലിയറ്റ്. ഓക്കെ, സോ ദി ആൻസർ ആക്ച്വലി ഇസ് നോക്സെങ്. ഇത് എഴുതാനുള്ള കാരണം 150 വർഷങ്ങൾക്ക് മുമ്പേ UK ഒരു വലിയ ഉണർവുണ്ടായി. ആ ഉണർവ് മുഖാന്തരം കുറേ മിഷണറിമാർ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ ആസാം, നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളിലുള്ള എസ്പെഷ്യലി ആസാം, ഇപ്പം അത് മേഘാലയയുടെ ഭാഗമാണ്, അവിടെ വന്ന് വേല ചെയ്തിട്ട് കുറേ കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടു. അവിടുത്തെക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരൊക്കെ ഹെഡ് ഹണ്ടേഴ്സാണ്, തല വെട്ടി അങ്ങനെ പ്രിമിറ്റീവ് പീപ്പിളാണ്. അങ്ങനത്തെ ഒരു ഫാമിലി കർത്താവിലേക്ക് വന്നു. അതിൽ ഒരാളെ, അപ്പോൾ അതിൻ്റെ വില്ലേജിൻ്റെ ഹെഡ് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിള്ളേരെയും എല്ലാം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇന്ന് തന്നെ കർത്താവിനെ ത്യജിച്ച് പറയണം, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ ഭാര്യയെ കൊല്ലുമെന്ന് പറഞ്ഞു. മക്കളെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഉരുവിട്ട വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കേട്ടിട്ട് ആ വില്ലേജ് ചീഫ് തൻ്റെ മക്കളെ കൊന്നു, അത് തൻ്റെ മുമ്പ് വെച്ച്. രണ്ടാമതൊരു ചാൻസ് കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ആരും എൻ്റെ കൂടെ വന്നില്ലെങ്കിലും ദോ നൺ ഗോ വിത്ത് മീ സ്റ്റിൽ ഐ വിൽ ഫോളോ ജീസസ്. അപ്പോഴാണ് തൻ്റെ ഭാര്യയെ കൊല്ലുവാനിടയായത്. പിന്നെ അവസാനമായി അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടി ഒരു ചാൻസും കൂടി കൊടുത്തു. അപ്പോഴാണ് ലാസ്റ്റ് ലൈൻ പറഞ്ഞത്, ദ ക്രോസ് ബിഫോർ മീ ആൻഡ് ദ വേൾഡ് ബിഹൈൻഡ് മീ, നോ ടേണിംഗ് ബാക്ക്. അവസാനം അദ്ദേഹവും മരിക്കുമായിരുന്നു. പിന്നെ വില്ലേജ് ചീഫ് പിന്നീട് കർത്താവിലേക്ക് വന്നെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നിട്ട് ആ പാട്ട് നമ്മുടെ
പ്രശസ്തനായ ഒരു മിഷനറി ഉണ്ടായിരുന്നു. സാധു സുന്ദർ സിംഗ് ആണ് അതൊരു ഗാനം പോലെ ആക്കിയിട്ട് പിൽക്കാലത്ത് അമേരിക്കൻ മിഷനറീസ് വന്ന് ഒരു ഫുൾ ഫ്ലെഡ്ജ് സോങ് ആക്കി. ബില്ലി ഗ്രഹാമിൻ്റെ പല ക്രൂസൈഡിലും അത് ഫേമസ് ആകുവാനിടയായത്. സോ ഇതാണ് ചെറിയൊരു ക്വിസ്. സോ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ക്ലീറ്റസ്. Now next program is Bhavna, Sister Sherin. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗവരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ആദ്യമേ തന്നെ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ ഭാവനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ, വ്യക്തികളെല്ലാം തികച്ചും സാങ്കല്പികം മാത്രമാണ്. ഇന്ന് ഞാനൊരു വെർച്വൽ ടൂറാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥലമാണ്, ഒരു ഹോസ്പിറ്റലിലേക്കാണ്. ഇവിടെയുള്ള എല്ലാവരും ഹോസ്പിറ്റലുമായി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ബന്ധപ്പെട്ടവരാണ്. ജോലിയോടെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെല്ലാവരും എൻ്റെ ഭാവനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ, ഭാവനയാണ്, അതിൽ ചോദ്യമില്ല എന്ന് ആദ്യം തന്നെ ഓർപ്പിക്കുകയാണ്. ഓക്കെ. അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, യുനാനി ചികിത്സകൾ ലോകത്തിൽ എല്ലായിടത്തും വളർച്ചയെത്തി നിൽക്കുന്നു. സിദ്ധവൈദ്യന്മാർ, പാരമ്പര്യ വൈദ്യന്മാർ, മുറി വൈദ്യന്മാർ, വ്യാജ വൈദ്യന്മാർ, ജീവനാർത്ഥം തെക്കും വടക്കും പായുന്ന പാവൻ രോഗികൾക്ക് മണ്ണും ചേർത്ത്, മായം ചേർത്ത്, വെള്ളം ചേർത്ത്, പാലും ചേർത്ത്, ഗുളിക, കുഴമ്പ്, കഷായം, തൈലം എന്നിവ കഴുത്തറപ്പൻ വിലയ്ക്ക് നൽകിയിട്ട് സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് രോഗശമനം വരാതെ ആകുല ചിത്തരായി നിഷ്ക്രിയരായി ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന ചിന്തയുമായി നിലകൊള്ളുന്ന രോഗികൾക്ക് രോഗം വരുമോ, ഉടനെ മരിക്കുമോ എന്ന ഭയശങ്കയിൽ കഴിയുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. ഗിലെയാദ് ഹോസ്പിറ്റൽ മുഖത്തിൻ്റെ തേജസ് നഷ്ടപ്പെടാതെ ഇരിക്കുവാനും ശരീരത്തിൻ്റെ ഓജസ് നിലനിർത്തുന്നതിനും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഗിലെയാദ് ഔഷധങ്ങൾ പ്രയോജനം ചെയ്യും. ഔഷധങ്ങൾ ആവശ്യമുള്ളവർ ആശുപത്രിയിലേക്ക് വരിക. ഏവർക്കും സ്വാഗതം എന്ന ബോർഡ് നിങ്ങൾക്ക് ദൂരവേ കാണാം. അടുത്ത് എത്തുമ്പോൾ വാതിൽ നിങ്ങൾക്കായി താനേ തുറക്കും. വിശാലമായ സ്വീകരണ മുറി, വിവിധ കൗണ്ടറുകൾ. ആദ്യമായി കാണുന്ന കൗണ്ടറിൽ തന്നെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. യേശുക്രിസ്തു കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് പുസ്തകത്തിൽ രേഖപ്പെടുത്തും. രജിസ്ട്രേഷന് പ്രത്യേകം ഫീസ് ഇല്ല. രജിസ്ട്രേഷൻ കഴിയുന്നതോടെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാർഡ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. പ്രത്യേക ഒരു കാര്യം പറയാൻ മറന്നു. ഗിലെയാദ് ഹോസ്പിറ്റലിന് സമീപമായി ഇതിന് സാമ്യമുള്ള മറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ നേർച്ചകൾ സ്വീകരിക്കും, പണം ആവശ്യപ്പെടും, പാപം ഏറ്റുപറഞ്ഞ് ക്ഷമിച്ചു തരുവാൻ പ്രത്യേകം കുപ്പായം അണിഞ്ഞവരുമുണ്ട്. അബദ്ധം പറ്റരുത്, അത് സ്വർഗീയ ലൈസൻസ് ഇല്ലാതെ സത്യവിരുദ്ധമായി നടത്തുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഹോസ്പിറ്റൽസ് ആണ്. ഗിലെയാദ് ഹോസ്പിറ്റലിൻ്റെ പ്രധാന ഡോക്ടർ നസ്രേത്തുകാരനായ യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തുവിനെയാണ് പാപക്ഷമയ്ക്കായി ഹൃദയത്തിൽ സ്വീകരിച്ചതും. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒട്ടും വിഷമമില്ലാതെ ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ നേരിട്ട് അദ്ദേഹത്തെ അറിയിക്കാം. 24 മണിക്കൂറും പരാതികൾ സ്വീകരിക്കും. എത്രയധികം പരാതികൾ ഉണ്ടായാലും കേവലം സ്വീകരിച്ച് ഫയലിൽ വയ്ക്കുകയല്ല, പരിഹാരം നൽകുകയാണ് ഈ ചീഫ് ഡോക്ടർ ജീസസ് ചെയ്യുന്നത്. ഗിലെയാദ് ഹോസ്പിറ്റലിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്കൊന്ന് നോക്കാം. പഴയ കെട്ടിടത്തിന് 39 നിലകൾ, പുതിയതിന് 27, അങ്ങനെ മൊത്തം 66 നിലകളിലാണ് ഗിലെയാദ് ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ നിലകളിലും പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുകളും ട്രീറ്റ്മെൻറ്റ് രീതികളും ഉണ്ട്. 1600 വർഷങ്ങൾ കൊണ്ട് ദൈവാത്മാവിനാൽ 40 പേരെ കൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്നാമത്തത് ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ENT ഡിപ്പാർട്ട്മെൻറ്റ്. നേത്രസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും വികടുകണ്ണൻ, കണ്ണുകടി, വെറുക്കൂത്ത് കാണുവാനുള്ള ലോങ് സൈറ്റ്, ദൈവാനുഗ്രഹങ്ങൾ കാണുവാൻ കഴിയാത്ത ഷോർട്ട് സൈറ്റ്, ആത്മീക പ്രകാശം തടഞ്ഞു വെക്കുന്ന തിമിരം എന്നിവയ്ക്ക് ഇവിടെ ഫ്രീ ഐ ഡ്രോപ്സ് ലഭിക്കും. കാതടപ്പ്, കാതിൽ കടുകടുപ്പ്, ദൈവവചനം കേൾക്കുവാനുള്ള താല്പര്യമില്ലായ്മ, കേട്ടാലും ഗ്രഹിക്കാത്ത പ്രകൃതം എന്നിവയ്ക്ക് ഉത്തമ ചികിത്സ ലഭ്യം. തൊണ്ടയ്ക്കുള്ള ഏത് രോഗത്തിനും പാട്ടുപാടാൻ കഴിയാത്തതിന്, ആത്മാവിൽ ആരാധിപ്പാൻ സാധിക്കാതെ പിശാച് തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചാൽ രോഗനിവാരണ കിഴിയും പരിശുദ്ധാത്മ തൈലവും ലഭിക്കും. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് നാവിനുള്ള ചികിത്സയാണ്. ഏതു കത്തിയും തോൽക്കുന്ന രീതിയിൽ ആരെയും കീറിമുറിക്കുന്ന നാവിന് പ്രത്യേകം പരിചരണം ആവശ്യമാണ്. കടിഞ്ഞാണില്ലാത്ത നാവുകൾക്ക്, വിപത്ത് സൃഷ്ടിക്കുന്ന നാവുകൾക്ക്, ഷാഠ്യം, കോപവാക്കുകൾക്ക്, ക്രോധം, ദ്വന്ദ്വപക്ഷം,
പ്രകടനത്തിന്, തറുതല മറുതല സംസാരത്തിന്, രുചി പറ്റിയ അമിതഭക്ഷണം കഴിക്കുന്നവർക്കും അതിവിദഗ്ധമായി തയ്യാർ ചെയ്ത വേദപ്രപഞ്ച നാഡീ മധുരാഹാരം സൗജന്യം. എഫ്യേസർ കൊലോസർ ഗുളികയും യാക്കോബ് ലേഖന കഷായവും എടുത്തു പറയപ്പെടാവുന്ന ചികിത്സയാണ്. തൊട്ടടുത്ത് ശ്വാസകോശ സംബന്ധമായ, അതായത് റെസ്പിറേറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. പുകവലി, മദ്യപാനം എന്നിവയാലുണ്ടായ രോഗങ്ങൾ, കഫക്കെട്ട്, പ്രാർത്ഥനാ തടസ്സം, മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് നെടുവീർപ്പിടുന്ന ആസ്മ പോലുള്ള മാരക രോഗങ്ങൾക്കും കരുതലോടുള്ള ചികിത്സ ഇവിടെ ലഭിക്കും. റോമിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിശ്വാസ്താൽ രക്ഷ എന്ന ഗുളികയും ഇവിടെ ലഭ്യമാണ്. ഗിലാദ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി, അതായത് ഹൃദയ സംബന്ധ വിഭാഗത്തോട് കിടപിടിക്കുവാൻ ലോകത്തിലെ ഒറ്റ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും കഴിഞ്ഞിട്ടില്ല. കേടുവന്ന ഏത് ഹൃദയവും മാറ്റി പുതുഹൃദയം വെച്ചുപിടിപ്പിക്കും അതിസമർത്ഥമായ ചികിത്സാ രീതിയാണ് ഇവിടെ ഉള്ളത്. ഹൃദയ വാൽവിലുള്ള അസൂയ എന്ന മാരകമായ LDL കൊളസ്ട്രോളിനും, രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പക, പിണക്കം എന്നിവയ്ക്കും, ഹൃദയാഘാതം ഉണ്ടാക്കുന്ന ജാരശങ്ക, അശുദ്ധി, ദുർചിന്ത, ദുഷ്കാമം എന്നിവയ്ക്കും ഏറ്റവും ഉത്തമമായ മായരഹിത ക്ഷീര നിർമ്മിത വചന രാസായനം, അതായത് മായമില്ലാത്ത വചനമെന്ന പാൽ ലഭിക്കും. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ലിഫ്റ്റിലൂടെ താഴേക്ക് ചെല്ലുമ്പോൾ കാണുന്ന ഉദരരോഗ ചികിത്സയാണ്, അതായത് ഗ്യാസ്ട്രോ എൻട്രോളജി. മറ്റൊരാളുടെ നല്ല ജോലി, കാറ്, ഫ്ലാറ്റ്, ആത്മീക ഉയർച്ച, ഗൾഫിലേക്കുള്ള വിസ എന്നിവ കാണുമ്പോൾ ഉണ്ടാകുന്ന നോവ്, ദഹനക്കേട്, ഛർദി, അതിസാരം എന്നിവയ്ക്കും വിവിധ ടെൻഷൻ മൂലം ഉണ്ടാകുന്ന അൾസർ രോഗത്തിനും ലോഗോസ് ഹണി, അതായത് വചനമെന്ന തേൻ ഇവിടെ ലഭിക്കും. കൈകാലുകൾക്ക് നേരിട്ട ഏത് രോഗത്തിനും സുലഭമായ ചികിത്സകൾ. കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യുവാൻ കഴിയാത്ത അലസവാദത്തിനും, കരമടിച്ചു പാടുവാൻ സാധിക്കാത്ത പോരാട്ടത്തിനും, ആരാധനയിൽ കൈകെട്ടി നിൽക്കുന്ന ബന്ധനങ്ങൾക്കും എന്നേക്കും വിട പറയുവാൻ സങ്കീർത്തന കിഴികൾ പ്രത്യേകം ലഭിക്കും. പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കാൻ കഴിയാത്ത സന്ധിവാദം, ആരാധനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ചൂടുവാദം, കസേരയിൽ ഇരുന്ന് മാത്രമേ ആരാധിക്കൂ എന്നുള്ള കേട്ടുവാദം, പ്രാർത്ഥനയും ആരാധനയും ഉള്ളപ്പോൾ വിവിധ പദ്ധതികൾ കണ്ടുപിടിച്ച് ഭവനത്തിൽ കഴിഞ്ഞു കിടക്കുന്ന തളർവാദം, ദുർനടപ്പിനാൽ ഉണ്ടായ ചതവ്, ഒടിവ്, പിന്മാറ്റം, ആരാധനയ്ക്ക് താമസിച്ചുള്ള വരവ്, പിൻസീറ്റിലുള്ള ഇരിപ്പ്, ഭിത്തിയിൽ അഭിഷേകം ചെയ്ത ചാരിയിരിപ്പ് എന്നിവയ്ക്ക് കൊരിന്ത്യ ശാസന ഗുളികയും, ഗലാത്യ, ഫിലിപ്പിയ എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക വചനപോഷണി തൈലവും, തെസ്ലോനിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കഷായവും, യൂദാലേഖന രാസായനവും, കലമാൻ പേടകൾ കൊണ്ട് നിർമ്മിച്ച ഊന്നുവടിയും ഇവിടെ വില കൂടാതെ ലഭിക്കും. അടുത്തതായിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അത്യന്താപേക്ഷിതമായ ഡിപ്പാർട്ട്മെന്റാണ് റേഡിയോളജി. റേഡിയേഷൻ ആകുന്ന ദൈവവചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മുറിച്ചേറിയതുമാകുന്നു. ശരീരത്തിൽ മറിഞ്ഞിരിക്കുന്ന ക്യാൻസർ, ട്യൂമർ കോശങ്ങളെ പോലെയുള്ള ദുഷ്ടചിന്തകൾ, ദുർമാർഗങ്ങൾ ഇവയെല്ലാം വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. CT സ്കാൻ, MRI സ്കാൻ, എക്സ്റേ, അൾട്രാസൗണ്ട് എന്നിങ്ങനെ വിവിധ മെഷീനിലൂടെയുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ലഭ്യമാണ്. അതിലൂടെ കാണുന്ന ഡോക്ടേഴ്സിന് ഒന്നും മറിഞ്ഞിരിക്കുന്നില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. രോഗനിർണയത്തിനും ചികിത്സയ്ക്കും റേഡിയേഷൻ ചികിത്സ വളരെ പ്രയോജനപ്പെടും. ഹോസ്പിറ്റലിൽ വരുന്ന ഏത് രോഗിക്കും ഇരിക്കുവാനും വിശ്രമിക്കുവാനും സംവിധാനമുണ്ട്. എന്നാൽ പ്രസ്തുത സ്ഥലത്തിരുന്ന് ഉറങ്ങരുത്. ഉറങ്ങിയാൽ അധികൃതർ വന്ന് താങ്ങിയെടുത്ത് മരിച്ചവരോടൊപ്പം മോർച്ചറിയിൽ തള്ളും. അതുപോലെ ഹോസ്പിറ്റലിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കയറുവാനും പ്രത്യേക വസ്ത്രധാരണം അനിവാര്യമാണ്. രക്ഷ എന്ന ശിരസ്ത്രം സ്ക്രബായും, കൈകളിൽ വചനമാകുന്ന വാൾ ഗ്ലൗസായും, വിശ്വാസം എന്ന പരിച മാസ്കായും, നീതികവചം ഹെഡ് ക്യാപ്പായും, അരയ്ക്ക് സത്യം ബെൽറ്റായും, സുവിശേഷം ചെരുപ്പായും ഉപയോഗിക്കണം. അത്യാഹിത വിഭാഗത്തെക്കുറിച്ചുള്ള അറിവ് നന്നായിരിക്കും. നിസാരൻ എന്ന് സഹോദരനെ വിളിക്കുന്ന കൊലപാതകം, സ്ത്രീയെ മോഹിച്ചു നോക്കുന്ന വ്യഭിചാരം, ദശാംശം ദൈവത്തിന് കൊടുക്കാതെ കൈവശം വയ്ക്കുന്ന മോഷണം, നാണയം മാത്രം സ്തോത്രകാഴ്ചയിടുന്ന പിശുക്കൻ, സുവിശേഷ പ്രചാരണത്തിന് ലഭിച്ച ദാനം സ്വന്തമാക്കിയ വഞ്ചന, ദൈവാരാധനയ്ക്ക് പകരം വിഗ്രഹത്തെ ആരാധിക്കുന്ന മാരക പാപം എന്നിവയ്ക്ക് ഗിരിപ്രഭാഷണ ആൻറ്റിബയോട്ടിക് ഗുളികയും വെച്ചുകെട്ടും ഓപ്പറേഷനും ഫ്രീ. ഒട്ടും ഭയപ്പെടേണ്ട. വിശ്വസിക്കാൻ പ്രായമുള്ള ഏവർക്കും സ്വാഗതം. മരുന്നുകൾ കഴിക്കുമ്പോൾ വിശുദ്ധി എന്ന പഥ്യം എടുക്കുവാൻ ശ്രദ്ധിക്കണം. ഷുഗർ മില്ല് നടത്തുന്ന അച്ചായനും, BP സ്വന്തമായി ഓടിക്കുന്ന അമ്മാമയ്ക്കും, പരദൂഷണം പറയുന്ന ചേച്ചിക്കും, വായ നോക്കുന്ന ചെറുപ്പക്കാർക്കും ആശുപത്രി മരുന്ന് അത്യുത്തമം. പാപക്കുഴിയിൽപ്പെട്ട് രക്തം അശുദ്ധമായവർക്ക് ചീഫ് ഡോക്ടർ ജീസസിൻ്റെ തന്നെ വിലയേറിയ ശുദ്ധരക്തം വില കൂടാതെ തന്നെ നൽകും. നിത്യത എന്ന ഇൻഷുറൻസ് പദ്ധതി ഹോസ്പിറ്റലിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേശകന്മാർ എന്നിവരെ
മറക്കണ്ട, കടന്നു വരും. രോഗനിർണയം നടത്തും, നിവാരണത്തിനായി ഗുളികകൾ കഴിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.bible.com. Thank you. God bless you all. Thank you. It was a good bhavana. Actually, the time is already gone, so there will be one more song from Lovely Matthew, and that time we will take the offering. Praise the Lord. I'm going to sing a Hindi song. It says that Jesus Christ is yesterday, today, and forever. He is the same. Even though in this world we have troubles, trials, He comes in our life and calms all the storms. So my song says, "Bhavar ke beech mein." भंवर के बीच में तू कहता है थम जा, तू मेरी ताकत है, तू ही मेरा ईमान। बीते कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा। आने वाले कल में भी होगा, उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान, उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान। बीमारियों में तू कहता है उठ जा, यहोवा राफा, तू ही मेरी शिफा। बीमारियों में तू कहता है उठ जा, यहोवा राफा, तू ही मेरी शिफा। बीते कल में तू साथ मेरे था, आज भी मेरे साथ है खड़ा। आने वाले कल में भी होगा, उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान, उठते हुए तूफानों में तू ही मेरी चट्टान, बढ़ती हुई लहरों पे तेरे कदमों के निशान, तेरे कदमों के निशान। थैंक यू।
Thank you. Over to the pastor for